ഹായ് ഫ്രണ്ട്സ്, കമല റഷീദ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാത്രിയിൽ എങ്ങോട്ടാണെന്നല്ലേ, അവിടെ വലിയടിക്ക് പാലം പണിഞ്ഞിട്ടൊരു 3 വർഷമെങ്കിലും 3 വർഷം കൂടുതലാകും. പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ പാലത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴൊക്കെ കൊണ്ടുപോയി മഞ്ഞപ്പാലമാണ് കാണിച്ചു തന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് പാലം കാണാൻ പോകുമെന്ന് പറഞ്ഞ് പാലം കണ്ടു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് കുറേ ഫോട്ടോസും, പിന്നെ അവിടെ നല്ല കാറ്റായിരുന്നു. കുറേ നേരം ഞങ്ങളവിടെ നിന്നു. പിന്നെ എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 9 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിലൊന്നും കയറാൻ പറ്റില്ല. അവിടെ 6:30 ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഹൗസ് ക്ലോസ് ആകും. ലൈറ്റ് ഹൗസ് കയറണമെങ്കിൽ നേരത്തെ പോകണം. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ലൈറ്റ് ഹൗസൊക്കെ ക്ലോസ് ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാലത്തിലൊക്കെ വന്ന് കുറേ നേരം നിന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ നേരെ ആയിരംതെങ്ങ് ഹാർബറിലോട്ടാണ് വന്നത്. അപ്പോൾ ഹാർബറിൽ വന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ വണ്ടി പാസ് എടുക്കണം. അന്നേരം അവിടെ ആളില്ലാത്ത കാരണം ഞങ്ങൾ പാസ് വന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടി ഓടിച്ച് അകത്ത് കയറിയപ്പോഴത്തേക്കും മീനൊന്നുമില്ലായിരുന്നു. മീൻ ഉണ്ടായിരുന്നു, കുറേ മീൻ അവിടെ പിന്നെ വലിയ വണ്ടി കയറ്റി പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ വണ്ടികളും വന്ന് കിടപ്പുണ്ട്. അതിനകത്ത് കയറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചെറിയ കൊച്ചയിലയായിരുന്നു. എല്ലാ പെട്ടികളിലും അത് തന്നെയായിരുന്നു, അയില തന്നെയായിരുന്നു, കൊച്ചയിലയായിരുന്നു ഇരിക്കുന്നത്. അതുകൊണ്ട് വലിയ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. അതിനകത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അത് ഞങ്ങളെടുത്ത് കണ്ടു കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി. അന്നേരം ഇവിടെ എപ്പോഴും നല്ല ക്ലീനാണ്. അവിടെ ഈ മീനെല്ലാം കയറ്റുന്ന ഭാഗത്തു നിന്ന് കഴുകി ഒരാൾ നിന്ന് അവിടെ കഴുകുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളമാണ്. ഇതെന്തുവാന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു വളമാണെന്ന് പറഞ്ഞു. അതും വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ നടന്ന ആ ബോട്ടിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത്. അന്നേരം ഇതിനകത്തൊക്കെ ആൾക്കാർ ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതിനകത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു, ഫോൺ വിളിക്കുന്നു. ഒരു വീട് പോലെ തന്നെ ആയിരുന്നു അതിനകത്ത് അങ്ങ് കണ്ടാൽ. അന്നേരം ഞങ്ങളവിടെ നടന്നതെല്ലാം വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ വള്ളത്തിൽ കുറച്ച് ആൾക്കാർ മീൻ പിടിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നു. മീൻ പിടിച്ച് കഴിഞ്ഞ് വന്നിട്ട് വള്ളം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അവിടെ. അന്നേരം അവരോട് എന്തോ മീനുണ്ടായിരുന്നു ചോദിച്ചപ്പോഴും അവർ പറയുന്ന അയിലയായിരുന്നു. അയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അന്നേരം ഈ ബക്കറ്റിലൊക്കെ അവർക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള മീനാണെന്നും കുറച്ച് മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കടൽമച്ചാൻ്റെ വീടും കടയും ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ അടുത്ത് ഈ വലിയഴിക്കൽ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പം അവിടെ നിന്ന് ആരെയും കണ്ടതൊന്നുമില്ല. കാരണം രാത്രിയായില്ലേ, 10 മണിയോളം ആയായിരുന്നു. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ആരുമില്ല, മനുഷ്യരും ഇല്ല. എല്ലാവരും ഉറങ്ങിയ സമയം കൊണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കടൽമച്ചാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം പകൽ പോയി അവരെ നേരിട്ട് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു ദിവസം പകൽ പോകണം. പക്ഷേ പകൽ പോകാൻ സമയം കിട്ടത്തില്ല. ഞാൻ കടയിൽ വരുന്ന കാരണം കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 6:30 ആവും. പിന്നെ വീട്ടിൽ പോയി ക്ഷീണം കൊണ്ട് മറിയൊക്കെ കിടന്ന് കുറേ അങ്ങനെയൊക്കെ സമയം അങ്ങ് പോകും. പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ കാണും. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയമാകും. ഇതൊരു എന്താ പറയുക, ഒരു മുന്നറിയിപ്പില്ലാത്തൊരു യാത്രയായിരുന്നു. പെട്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാത്തൊരു പോക്കായിരുന്നു. അന്നേരം പോയി 10 ആയപ്പോഴേ മോള് വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, വീഡിയോ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ അവൾ വിളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ പുറത്താന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കടൽമച്ചാൻ്റെ അച്ചാറിൻ്റെ പരസ്യമൊക്കെ ആയത് അതെല്ലാം എടുത്തു. സന്ധ്യാമ്മയുടെയും കടൽമച്ചാൻ്റെയൊക്കെ ഫോട്ടോ അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഭിത്തിയിൽ. അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ ഞാനും അൻവറമോന് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു അവനെ കൊണ്ട് വണ്ടി ഓടിക്കാൻ. പക്ഷെ അവനെ ഓടിക്കും കേട്ടോ. പക്ഷേ 18 വയസ്സായില്ലല്ലോ, അന്നേരം അവനെ കൊണ്ട് ഓടിപ്പിക്കാനും പറ്റത്തില്ല. അന്നേരം ഞങ്ങൾ അൻവറമോനെ ഫ്രണ്ടിലായിരുത്തിയത്. അന്നേരം പിന്നെ അൻവറമോനും ഫ്രണ്ടിൽ കയറിയിരുന്നു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. പിന്നെ എങ്ങോട്ടും കയറി ഞങ്ങൾ പിന്നെ വീടെത്താറായപ്പോഴത്തേക്കും ഒരു കടയിൽ കയറി വെള്ളമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.